ഹലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഒരു 10-25 വർഷം മുമ്പ് ഇതിന് നമ്മളെ ഒരു നറേറ്റീവ് ഇങ്ങനെ വന്നു. എനിക്ക് തന്നെ തോന്നി ശരിയാണല്ലോ. അപ്പം സ്യൂഡോ സെക്കുലറിസം, നമ്മുടെ നാട്ടിലൊന്നും സെക്കുലറിസം പറ്റില്ല, എന്തിനാണ് ഈ സെക്കുലറിസം, ഇതൊക്കെ തെറ്റാണ്, സ്യൂഡോ സെക്കുലർ എന്ന് പറയുന്ന കുറേ ആൾക്കാർ കയറി എന്തൊക്കെയോ നിരങ്ങാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നറേറ്റീവ്. പിന്നെ പതുക്കെ പതുക്കെയാണ് അത് എന്തുകൊണ്ടാണ് ഈ നറേറ്റീവ് പുഷ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ലോകം മൊത്തം ഇപ്പോൾ സെക്കുലറിസത്തിനെതിരെ ഒരു സംഭവം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് സെക്കുലറിസം? ഈ ലിബറൽ വാല്യൂസിൻ്റെ ഭാഗമായ ഈ സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല പല മതങ്ങളൊക്കെ ഒരുമിച്ച് എങ്ങനെ ടോളറൻസോടുകൂടി ജീവിക്കാൻ പറ്റും, അതിലൊന്നും കാര്യമില്ല. നമ്മുടെ ഒരു പർട്ടിക്കുലർ കൾച്ചർ അസോസിയേറ്റഡ് വിത്ത് പർട്ടിക്കുലർ മതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ അമേരിക്കയിലത്തെ ട്രംപ് ആയാലും, പിന്നെ ഈ യൂറോപ്പിലെ ഒക്കെ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് ആയാലും, പിന്നെ ലോകം മൊത്തം ഉള്ള ഈവൻ റഷ്യയിലാണെങ്കിലും, ഈവൻ ചൈനയിൽ പോലും ആണെങ്കിൽ പോലും ഒരുതരം അവരുടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഒരു ചൈനീസ് പാട്രിയോട്ടിസം അല്ലാതെ വേറൊന്നുമല്ല എന്ന് നമുക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു അഭിപ്രായം ഉണ്ടാവും, പക്ഷേ പൊതുവേ അങ്ങനെയാണ് ഇപ്പം ലോകത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഈ സെക്കുലറിസം, ഡെമോക്രാറ്റിക് കൺട്രീസ്, ഡെമോക്രസി, ലിബറൽ വാല്യൂസ്, സെക്കുലറിസം, ഇത് വളരെ പുച്ഛിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സെക്കുലറിസത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇന്നത്തെ ലോകത്തിലുണ്ടോ എനിക്കറിഞ്ഞൂടാ. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല പല ട്രൈബ്സ് ആയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ട്രൈബ് എന്ന് പറയുന്നത് അവർക്ക് ഒരു സെറ്റ് ഓഫ് ഒരു മതങ്ങളും അവരുടേതായ ദൈവങ്ങളും അവരുടേതായ പൂർവികരെ ആരാധിക്കുന്ന ഒരു ക്രമവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആ ട്രൈബിനകത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും സാക്രിഫൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രൈബുമായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ, ഓഫ് കോഴ്സ് എപ്പോഴും അവർ തമ്മിൽ അടിയായിരുന്നു എന്നല്ല, പക്ഷേ ട്രൈബ്സ് തമ്മിൽ ട്രേഡൊക്കെ നടക്കും, കച്ചവടമൊക്കെ നടക്കും. പക്ഷെ ദൂരെയുള്ള നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവാത്ത ട്രൈബൊക്കെ ആണെങ്കിൽ എന്തായാലും ആ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വളരെ സംശയത്തോടുകൂടി വീക്ഷിക്കും. നല്ല അടികളുണ്ടാവും, കൂട്ടക്കൊലകളുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരുന്നു. അങ്ങനെ മനുഷ്യൻ അടിച്ചും കോപ്പറേറ്റ് ചെയ്താണ് ഇങ്ങനെ വളർന്ന് വന്നത്. പക്ഷെ മനുഷ്യൻ കുറേ ആയി അവരുടെ ടെക്നോളജി കൂടി, ഒത്തിരി മനുഷ്യർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി, അഗ്രികൾച്ചർ ഉണ്ടായി, കൃഷി തുടങ്ങി, ഇൻഡസ്ട്രീസ് തുടങ്ങി. ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കൃഷി ആയിട്ട് തന്നെ വലിയ വലിയ കൾച്ചേഴ്സ് ഉണ്ടായി, വലിയ വലിയ സിറ്റീസും വലിയ വലിയ സാമ്രാജ്യങ്ങളും ഉണ്ടായി. വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ